എൻ്റെ പൊന്നും മക്കളെ, ഒരു പ്രമോ വന്നിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു പ്രമോ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, തന്നേക്കാൾ ഒരു 10-15 വയസ്സെങ്കിലും കൂടുതലുള്ള ഒരു മനുഷ്യനെ, ആ ഒരു യുവതി, അതായത് ആദില നൂറ എന്ന് പറയുന്ന ടീമിലെ ആദില എന്ന് അവള് ചെയ്യുന്ന കാര്യം കണ്ടപ്പോൾ ശരിക്കും ബിഗ് ബോസ് അവിടെ ഇല്ലേ, അതുപോലെ തന്നെ ഈ ലാലേട്ടൻ അവിടെ ഇല്ലേ, അല്ല എനിക്ക് തോന്നിപ്പോവുകയാണ്. കാരണം ഒരു മനുഷ്യന്റെ മുഖത്ത് എച്ചില് വെള്ളം എടുത്തൊഴിക്കുന്നു, അതുപോലെ തന്നെ അയാൾ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളം എടുത്തൊഴിക്കുന്നു. ഇതൊക്കെയാണോ ഫാമിലി കാണേണ്ട ഷോ? അല്ല, ഇതാണോ ഫാമിലി കാണുന്ന ഷോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ അവിടെയുള്ള അയാളുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും അയാളുടെ മുഖത്ത് വരെ അടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി ഷോയായിരുന്നു. ഏതായാലും ആ പ്രമോ വന്നിട്ടുണ്ട്. ആ പ്രമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പ്രമോ വന്ന്. കാരണം ഈ സ്ത്രീക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വെളിയിറങ്ങി നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അത്രമാത്രം ഭയങ്കരമായി നെഗറ്റീവായി പോയിരിക്കുക. എല്ലാവരും കൂവി വിളിക്കും ചിലപ്പോഴേ. അത്ര മോശമായിട്ടൊരു മനുഷ്യനോട് പെരുമാറാൻ കഴിയുമോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ട് ഈ ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവന്റെ ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് സകലരെയും വെറുപ്പിക്കുക അവന്റെ ഗതിയാകാൻ പോവുകയാണ് ഈ പെൺകുട്ടിക്ക് ഇപ്പോഴെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ കൂടെയുള്ളത് ഇതിനെ വിട്ടു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതായത് ആ വീട്ടുകാർ ദുഃഖിക്കണ്ട, അതായത് നൂറേന്റെ വീട്ടുകാർ ദുഃഖിക്കേ വേണ്ട. ഇത് മിക്കവാറും നിങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ വന്ന് ചേരുവാണെന്ന്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിൻ്റെ കൂടെ എങ്ങനെ ജീവിക്കുന്നത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രമാത്രം ടോക്സിക്കാന്ന്, എന്തൊരു സ്വഭാവമാണ്. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ടോ? വളരെ മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം മോശം അവിടുന്ന്. ഇത് ലാലേട്ടനാണ് ഇപ്പോഴും തെറി മുഴുവൻ കിട്ടുന്നത്. എന്താ കാരണം എന്നറിയില്ല. ലാലേട്ടൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ കയറും, നിങ്ങളുടെ കാര്യം നോക്കിയാൽ ഇപ്പൊ സമൂഹം മുഴുവൻ പറയുകയാണ് ഒരു പഞ്ചായത്തിൽ ഒരു ജില്ലയിൽ വരെ അടുപ്പിക്കാൻ കഴിയാത്ത സ്ത്രീകളാണ്. അത്രമാത്രം ടോക്സിക്കും അത്രമാത്രം മോശം സ്വഭാവവും. എന്തൊരു കച്ചറിയായിട്ടാണ് പെരുമാറുന്നത്. അതിൻ്റെ ഇടയിൽ ഈ നൂറ എന്ന് പറയുന്നുണ്ട് ചെയ്യല്ലേ എന്ന്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്ത്, അതായത് ഈ മാടമ്പൽ നമ്മൾ മണിച്ചിത്രത്താഴ് കാണുന്നില്ലേ, അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗ ചെയ്യുന്നില്ലേ, അതെങ്ങനെയാണ് അതുപോലെയാണ് നടന്നത്. ഇതാണ് ഇതിന്റെ യഥാർത്ഥ സ്വഭാവം. എനിക്ക് പറയാനുള്ള അവിടെയുള്ള മെഡിക്കൽ ടീമിനോടാണ്. അതായത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, വില കത്തി എടുത്തിട്ടായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നാ എനിക്ക് പേടിയായിരുന്നു. അവിടെയുള്ള എല്ലാവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മരപ്പാഴുകളാണ്. അതായത് ഒരുത്തം പോലും ഇതിനെതിരെ ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല. ഈ അനീഷിനെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ആഴ്ചയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരാൾ പോലും, ഒരു മൊണ്ണകൾ പോലും അവിടെ ചോദിക്കാനും പറയാനുമില്ല. ഏതെങ്കിലും ഒരുത്തനുണ്ടോ ചോദിക്കുന്നത്? എല്ലാവരും എന്ന് പറയുന്നത് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഇവർ ഒരു മണ്ണിനും കൊള്ളാത്ത ഒരു ടീമുകളാണ് ഇപ്രാവശ്യം ഞാൻ പറയുള്ളൂ. ഇത്രമാത്രം കൂതറകള്. അതായത് ശരിക്കും അനുമോളിയെല്ലാം കാണുമ്പോൾ കഷ്ടം തോന്നാറുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ കൂടിയിട്ട് ലൈഫ് കോഞ്ഞാട്ടയാക്കോ ചെയ്യുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത്രമാത്രം ജനങ്ങളെ വെറുപ്പിച്ച ഒരു ടീമുകൾ വേറെ ഇല്ല. എൻ്റെ ഈ പെൺകുട്ടിയുടെ കാര്യമുണ്ടല്ലോ, ഇതൊരു ഭയങ്കരം തന്നെയാട്ടാ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് ആദ്യം കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സമൂഹത്തിനില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളിൽ പോലും സ്നേഹമില്ല. പിന്നെ ഇങ്ങനെ സമൂഹത്തിൽ സ്നേഹം ഉണ്ടാവുക? സ്വന്തം മാതാപിതാക്കളെ പഴയ ഇന്റർവ്യൂവിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മാതാവും പിതാവുമായിരുന്നു ഏടിയും അവര് ജീവിച്ചിരിക്കുന്നതന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേറെ രാജ്യത്തേടിയോ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവര് ഓടേണ്ടി വരുമായിരുന്നു ഈ പെണ്ണിന്റെ വായിന്ന് വീണ വർത്താനം കേട്ട് കഴിഞ്ഞാൽ. എന്തൊക്കെ തോന്നിവാസം അവരെയൊക്കെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ അനീഷിനെ പറ്റിയിട്ട് പറയാതിരിക്കും, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി വെറുപ്പിക്കല്. എന്നാൽ ഇതാണ് ഒറിജിനൽ സ്വഭാവം. ഇതാണ് ഇത്രയും നാൾ അഭിനയിച്ചു, അത് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. അനീഷിനോടുള്ള ദേഷ്യവും വെറുപ്പും മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അനീഷിനോട് മാത്രമേ ഉള്ളൂ, വേറെ ആരോടില്ല. വേറെ ആൾക്കാർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അനീഷിനോടുള്ള വെറുപ്പ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങോട്ട് പറയും, എന്താ വെച്ചാൽ ഈ ബിഗ് ബോസിന്റെ പ്ലാനിങ് ഇതാണോ? ഇനിയിപ്പോ ഈ പിന്നെന്താ പറയുക, പണ്ട് ഇവനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് റിയാസിനെ കൊണ്ടുവന്ന പോലെ ഏതായാലും അനീഷ് അതിന് കേൾക്കൂല. അനീഷ് എനിക്ക് തൊടാൻ പാടില്ല എന്ന് അനീഷിനോട് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ അനങ്ങാൻ പാടില്ല, നിങ്ങൾ അനങ്ങാതെ അങ്ങനെ ഇരിക്കണമായിരുന്നു. ഇത് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പ്രാന്തായിട്ടാണ് ഇങ്ങനെ നിൽക്കണമായിരുന്നു. ഇപ്പോഴതാ സംഭവിച്ചിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം തേഞ്ഞു ഒട്ടി നാണം കെട്ടിയിരിക്കുന്ന ഒരു ഇതില്ലേ, അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ നാണം കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തൊരിതാണ്. ഇതുവരെ ഇങ്ങനെയൊരു മത്സരാർത്ഥിനെ നമ്മൾ കണ്ടിട്ടില്ല. അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള ടോക്സിക്കും അസൂയ കുശുമ്പ്
പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബെഡും കാര്യങ്ങളും എല്ലാം എടുത്ത് വെളിയിലിടുന്നു, അയാളെ അടിക്കാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ മുഖത്തേക്ക് ഈ കച്ചറ വെള്ളം വരെ വാരിക്കോരി ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളങ്ങൾ ഒഴിച്ചിട്ട് വരെ അവിടെ ഒരുത്തന്മാർ പോലും ചോദിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന്റെ തന്നെ തോൽവിയാന്നേ ഞാൻ പറയുള്ളൂ. എന്നിട്ട് ലാലേട്ടൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നു. എൻ്റെ പൊന്നി ലാലേട്ടാ, സത്യം പറയും, ഇവരെയോ നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ നിങ്ങൾ തിരുത്തി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ വലിയൊരു അവാർഡൊക്കെ വാങ്ങിക്കാൻ കേൾക്കുന്ന ഈ അനീതിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. ഒന്നിക്ക് ഇതിനെ പിടിച്ച് പുറത്താക്കണം, ഇല്ലെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള വാണിംഗ് കൊടുക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കണ്ട് ആസ്വദിച്ച് നിൽക്കുമല്ല വേണ്ടത്. ഉള്ള കാര്യം പറയാം, അത്രമാത്രം ടോക്സിക് ആയ ഒരു സ്ത്രീയാണിത്. എന്തൊരു വൃത്തികേടാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ആദ്യമായിട്ട് ലാലേട്ടൻ പറഞ്ഞ ഈ എന്താ പറയുക വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ആള് എന്ന് പറയുന്നതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിന് യാതൊരുവിധ ഗുണവും കൊടുക്കൂല. അതായത് സമൂഹത്തെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെയാണോ നാളത്തെ തലമുറ കണ്ട് പഠിക്കേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രമാത്രം വളരെ മോശമായിട്ടാണ് ഈ ആദില എന്ന് പറയുന്ന ഈ സ്ത്രീ പെരുമാറുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ നൂറ മോളെ, വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ. എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആട്ടും തുപ്പ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നൂറ കഴിയുന്നുണ്ടാവുക. പെട്ടുപോയിട്ടില്ലേ, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച പോലെയാണ്. പെട്ടുപോയില്ലേ, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാണക്കേട്, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇനി നിൽക്കുന്നതെന്ന് അറിയില്ല. സത്യം പറയാലോ, ഇമാതിരി സ്വഭാവം ആണെങ്കിൽ വളരെ 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 മോശം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നൂറയോട് അത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ. കാരണം ഈ ടോക്സിക്കിന്റെ കൂടെ ഇരുന്ന് ജീവിതം നശിപ്പിക്കരുത്. മിക്കവാറും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിയും കൊടുക്കലുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നതാണ്. വൈകാതെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കാൻ തുടങ്ങും മിക്കവാറും. അത്രമാത്രം വളരെ മോശമായ ഒരു സ്ത്രീയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദില. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഏതായാലും റിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കുറച്ചൊക്കെ സ്നേഹമുണ്ടായിരുന്ന ഇവരെ വെറുത്ത് പണ്ടാരടങ്ങി എന്നുള്ളതാണ്. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത്രമാത്രം വെറുപ്പോട് കൂടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെ കാണുന്നത്. അത് ഈ സ്ത്രീ കാരണം തന്നെയാണ്, വേറെ ആരുമല്ല. ഇവർ ഈ മോഹൻലാൽ പറയുന്നുണ്ട് പേഴ്സണലായിട്ട് ഇവിടെ ഒന്നും എടുക്കരുത് എന്ന്. ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് എടുക്കുന്ന ഇവര് തന്നെയാണ്. ഇവരാണ് ഈ പേഴ്സണൽ കാര്യം. കാരണം ഇവർക്ക് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവരിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും മറ്റേ എന്താ പറയുക ഡോക്ടർമാരും മറ്റേവരൊക്കെ ഇവർക്ക് എന്തെങ്കിലും കൗൺസിലിങ്ങോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കണം. കാരണം ഇവർ സമൂഹത്തെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. സമൂഹം മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം നാരികളായിട്ടാണ് ഇവർ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതാണ് ഈ സ്ത്രീക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എന്തെങ്കിലും കൊടുക്കുക, അല്ലാതെ വേറെ ഒന്നും അല്ല. കാരണം ഇത് താണ്ഡവം ഇന്ന് കാണുമ്പോൾ അത് ഗെയിമൊന്നും അല്ല, അതെന്തോ മാനസിക പ്രശ്നം. അത് മറ്റേ ഒരാളോടുള്ള ദേഷ്യവും വെറുപ്പും ഇങ്ങനെ കൂടിയിട്ട് അപ്പൊ ആദ്യം തന്നെ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ബാപ്പേനെ എനിക്ക് ഓർമ്മയിരുന്ന് ഇയാളെ കാണുമ്പോഴേ ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നകുലനെ കാണുന്നത് മറ്റേ സാമീനെ പോലെയാണെങ്കിൽ, നാഗവല്യ നകുലനെ കാണുന്നത് പോലെയാണ് അനീഷിനെ വല്ലതും ചെയ്ത് കളിയത്. അതേ പറയാനുള്ളൂ. അപ്പൊ ഏതായാലും നമുക്കൊരു കാര്യം, എപ്പിസോഡ് വരുന്നവരെ കാത്തിക്കാം, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. നന്ദി, നമസ്കാരം.